വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു ജിന്നിനെയും ഒരു ഇൻസിനെയും ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എനിക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിന് മാത്രം വകവെച്ച് നൽകേണ്ടത് അവന് മാത്രം വകവെച്ച് നൽകാൻ വേണ്ടിയല്ലാതെ ഒരു മനുഷ്യരെയും ഒരു ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യവും ലക്ഷ്യവും പറയുന്നു. അതുകൊണ്ട് എന്തിന് നമ്മൾ ഇവിടെ വന്നു? എന്തിന് നാം പിറവി കൊണ്ടു? എന്തിന് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചു? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ, ആരാധനകൾ അഖിലവും അതിന്റെ ഏതേതംശവും അള്ളാഹുവിന് മാത്രം വകവെച്ച് നൽകാൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ, അവന് മാത്രം നേർച്ചയാക്കാൻ, അവന് വേണ്ടി മാത്രം ബലിയെറുക്കാൻ, മറ്റാരെക്കാളും അവനെ മാത്രം ഭയക്കാൻ, മറ്റാരെക്കാളും അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കാൻ, കാര്യങ്ങൾ അവനിൽ മാത്രം വരവേൽപ്പിക്കാൻ, വിനയവും താഴ്മയും സ്നേഹവും ഭയഭക്തിയും അവന് മാത്രം സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ, ജീവിതവും മരണവും മുച്ചൂടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം സമർപ്പിക്കാൻ. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയെ, എന്റെ നിസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ആരാധനകൾ അഖിലവും ലില്ലാഹി റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് വേണ്ടി മാത്രം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് ഈ ലക്ഷ്യം സാർത്ഥകമാക്കാൻ, ഈ നേട്ടം സാധൂകരിക്കാൻ, ഇത് യാഥാർത്ഥ്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഏറ്റവും നന്നായി അവന്റെ ഏകത്വം അംഗീകരിച്ച് അവന് മാത്രം ആരാധനകൾ വകവെച്ചു കൊടുത്ത് അഹ്സനു അമല, ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ, നന്മകൾ പ്രവർത്തിക്കാൻ, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ നാം എന്തിനു വന്നു എന്ന രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്.